ആദ്യമേ തന്നെ എൻ്റെ വാർഡിലെ ഒരു അംഗമായ ശരണ്യക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. നമ്മുടെ പഞ്ചായത്ത് തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്. അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനമാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നമുക്ക് വേണ്ടി ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വന്നിട്ടുള്ള സാറുമാർ പറയുകയുണ്ടായി. അത് എനിക്ക് ഒത്തിരി സന്തോഷം നേരുന്നതാണ്. അതിന് പറയാൻ കാരണം എനിക്കൊരു മകനാണുള്ളത്. അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ എന്നോട് ചോദിച്ചു, അവനോട് ഫുട്ബോൾ ഭയങ്കര ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ്. അവൻ റൊണാൾഡോനെ വീഡിയോ കോൾ വരെ വിളിച്ച് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അത് സംസാരിച്ച കോവിഡ് കാലത്ത് മൊബൈൽ പിള്ളേരുടെ കയ്യില് നിരന്തരം വന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം വഴി റൊണാൾഡോയുമായിട്ട് ബന്ധപ്പെട്ട് റൊണാൾഡോ ഓരോ ഫോട്ടോസ് ഒക്കെ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ബനിയനും അവന് സ്പോൺസർ ചെയ്ത് ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു ഒരു വാക്കാണ്, അച്ഛാ പഠിച്ചാലും കാശാണ്, കളിച്ചാലും കാശാണ്, അച്ഛൻ ഏതാണ് വേണ്ടത്? എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അച്ഛന് തീരുമാനിക്കാം. എന്റെ തീരുമാനം, ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിട്ട് എനിക്ക് പോർച്ചുഗലിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, മോനെ, നമുക്ക് പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് സമൂഹത്തിൽ പലതും കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് പഠിത്തത്തോടൊപ്പം കളിയും കൂടെ വേണം. അപ്പം നിന്റെ ആവശ്യം ഞാൻ സാധിച്ചു തരും, പക്ഷെ നീ എന്റെ ആവശ്യങ്ങൾ സാധിച്ചു തരണമെന്ന് ഞാൻ അവനോട് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതനുസരിച്ച് അവൻ നന്നായിട്ട് ഇപ്പൊ പഠിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അവന് ഞാൻ ഫുട്ബോളിന്റെ ട്രെയിനിങ്ങിന് വിടുന്നുമുണ്ട്. പല മേഖലയിലും അവന് എറണാകുളത്തൊക്കെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാറുമുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുന്നുമുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടികളുടെ പല രീതിയിലുള്ള മൈൻഡാണ് ഇപ്പൊ. ഒന്നാമത്തെ കേസ് ഇപ്പൊ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ എല്ലാവരുമാണ്. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ അവരോട് ഒരു പരിധി കൂടുതൽ നമുക്ക് സമ്മർദ്ദം ചെലുത്താനും പറ്റിയില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയ്ക്ക് അവരുടെ മൈൻഡ് വേറെ രീതിയിലാണ്. നമ്മൾ ജീവിച്ച സാഹചര്യവും അവര് ജീവിച്ച സാഹചര്യവും വേറെയാണ്. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എന്റെ പരിധി വരുന്ന കുട്ടികളെല്ലാം ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ഈ കുടുംബത്തെയും എന്റെ വരുമാന സ്രോതസ് കൂടെയാണിത്. അപ്പൊ അതിനകത്ത് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഉപയോഗിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും, പ്രത്യേകിച്ച് ശരണ്യക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.